A three-phase 400-volt four-wire system has a star-connected load with ZA equal to 20 ohm, ZB equal to 15 plus J 10 ohm, and ZC equal to J 5 ohm. Find the line currents, like and current through the neutral conductor and total power consumed by the load. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക് ആണ്. അതായത് ഒരു സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക് ആദ്യം വരച്ചു വെക്കുക. ഓക്കെ, ഒരു സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക് വരയ്ക്കുക. ഇതാണ് അതിന്റെ ആർ ഫേസ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് അതിന്റെ ബി ഫേസ്, ഇതെന്ന് പറയുന്നത് അതിന്റെ വൈ ഫേസുമാണ്. ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതൊരു 4-വയർ സിസ്റ്റം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തും കൂടെ കാണും? ഒരു ന്യൂട്രലും കൂടെ കാണും. ഇനി ഇതാണ് നമ്മുടെ ഇസഡ് എ എന്ന് പറഞ്ഞാൽ എത്ര തന്നിരിക്കുന്നത്? 20 ഓം ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇസഡ് ബി എന്ന് പറയുന്നത് 15 പ്ലസ് ജെ 10 ഓമും, അതേപോലെ ഇസഡ് സി എന്ന് പറഞ്ഞ എന്താ തന്നിരിക്കുന്നത്? ജെ 5 ഓം ആണ് തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നമ്മളുടെ കയ്യിൽ കുറച്ച് ഉള്ള ഡേറ്റ എന്താണെന്ന് ആദ്യം നമുക്ക് എഴുതി വെക്കാം. അതുപോലെ നമുക്കിവിടെ തന്നിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 400 വോൾട്ട് ആണ്. അതായത് ഇതാണ് നമ്മുടെ 400 വോൾട്ട്. അതായത് രണ്ട് ഫേസിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, അതായത് ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ന്യൂട്രൽ വോൾട്ടേജ് എന്തായിരിക്കും? R2N, അല്ലെങ്കിൽ ഫേസ് വോൾട്ടേജ് എന്തായിരിക്കും? 400/√3 ആയിരിക്കും ആണല്ലോ. അതായത് ഒരു സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ VPH എന്ന് പറയുന്നത് VL/√3 ആണ്. അതാണ് നമ്മളിവിടെ 400/√3 എന്ന് എഴുതിയിരിക്കുന്നത്. അതേപോലെ ഇവിടെ നമുക്ക് ലൈൻ കറണ്ടും ഫേസ് കറണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. കാര്യം എന്താണ്? ഇവിടെ IPH അല്ലെങ്കിൽ ഫേസ് കറണ്ട് എന്ന് പറഞ്ഞത് എന്തിന് ഈക്വലാണ്? IL-ന് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസ് എടുത്തെഴുതുക. ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താ? Z equal to 20 ohm. ഇപ്പൊ ഈ തന്നിരിക്കുന്നതെല്ലാം എന്തിനാ തന്നിരിക്കുന്നത്? നമ്മുടെ റെക്ടാങ്കുലർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഒരു പ്രോബ്ലം ചേരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ റെക്ടാങ്കുലർ ഫോമിന്റെയും പോളാർ ഫോമിന്റെയും ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനൊന്ന് കൺവേർട്ട് ചെയ്ത് വെക്കാം. ഇതെന്ന് പറയാൻ എന്താണ്? 20 ∠0 ആണ്. നെക്സ്റ്റ് 15 പ്ലസ് ജെ 10 എന്ന് പറയുന്നത് is equal to 18.028 ആംഗിൾ 33.69 ആയിരിക്കും. അതേപോലെ J5 എന്ന് പറയുന്നത് 5 ആംഗിൾ 90 ആയിരിക്കും. ഇതങ്ങ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, VRN എന്ന് പറഞ്ഞാൽ 400/√3 എന്ന് പറയുന്നത് നമുക്ക് 230.94 ആ വരുന്നത്. അത്രയും വോൾട്ടേജ് ആ വരുന്നത്. അതായത് 230.94 ആംഗിൾ 0 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ VYN എന്ന് പറയുന്നത് എന്തായിരിക്കും? 230.94 ആംഗിൾ -120 ആയിരിക്കും. അതേപോലെ VBN എന്ന് പറയുന്നത് 230.94 ആംഗിൾ -240 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം. ഇനി നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് ലൈൻ കറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ലൈൻ കറൻസ് കണ്ടുപിടിക്കുക. ലൈൻ കറണ്ട് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ IR, IYയും IBയും കണ്ടുപിടിക്കുക. ഓക്കെ, IR എന്ന് പറയുന്നത് എന്താണ്? VRN/ZA ആണല്ലോ. അതായത് 230.94 ആംഗിൾ 0 ഡിവൈഡഡ് ബൈ ZA നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 20 ആംഗിൾ 0 എന്ന്. അപ്പൊ 230.94 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11.547 ആംഗിൾ 0 എന്ന് കിട്ടും. ഇത്രയും ആംബിയേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഈ നെക്സ്റ്റ് എന്താ ഉള്ളത്? IY. ഓക്കെ, IY എന്ന് പറഞ്ഞാൽ എന്താണ്? VYN/ZB. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതിനെ അങ്ങ് മാറ്റിയിട്ട് ഇവിടെ ZC is equal to J5 ohm എന്നും ZA, ZB, ZC ആ ഒരു ഫോർമാറ്റില് ZB എന്ന് പറയുന്നത് 15 പ്ലസ് J10 ohm എന്ന് എഴുതി വെക്കാം.
ഓക്കെ, ഇപ്പം വി വൈ എൻ ഇസ് ഈക്വൽ ടു വി എൻ വൈ എൻ ബൈ സെഡ് ബി. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 230.94 ആംഗിൾ മൈനസ് 120 ഡിവൈഡഡ് ബൈ സെഡ് ബി എന്ന് പറയുന്നത് 18.028 ആംഗിൾ 33.69 ആണ്. ഓക്കെ, ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 230.94 ഡിവൈഡഡ് ബൈ 18.028 എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 12.8 ആണ്. ആംഗിൾ മൈനസ് 120 മൈനസ് 33.69 എന്ന് പറയുന്നത് മൈനസ് 53.69 ആണ്. ഇത്രയും ആംബിയസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതേപോലെ തന്നെ ഐ വി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വി ബി എൻ ബൈ ഇസഡ് സി ചെയ്യുക. വി ബി എൻ എന്ന് പറയുന്നത് 230.94 ആംഗിൾ മൈനസ് 240 ഡിവൈഡഡ് ബൈ 5 ആംഗിൾ 90 ഓക്കെ ആണല്ലോ. അപ്പൊ 230.94 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 46.18 ആണ്. ആംഗിൾ മൈനസ് 240 മൈനസ് 90 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 330 ആണ്. ഇത്രയും ആംബിയസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ലൈൻ കറൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ന്യൂട്രൽ കണ്ടക്ടറിൽ കൂടി പോകുന്ന കറണ്ട്, അതായത് ഐ എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഐ എൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈക്വൽ ടു മൈനസ് ഓഫ് ഐ ആർ പ്ലസ് ഐ വൈ പ്ലസ് ഐ ബി ആണല്ലോ. ഇതാണ് നമ്മുടെ ന്യൂട്രൽ കറണ്ടിന്റെ ഫോർമുല. ഇനി മൈനസ് ഓഫ് നമ്മളുടെ ഐ ആർ നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? 11.547 ആംഗിൾ 0 പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് 12.8 ആംഗിൾ മൈനസ് 53.69 പ്ലസ് ഐ ബി എന്ന് പറയുന്നത് 46.18 ആംഗിൾ മൈനസ് 330. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോളാർ ഫോമിൽ ചെയ്യാൻ പറ്റത്തില്ല. അതിനെ എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക. 11.547 പ്ലസ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 11.547 തന്നെയാണ്. ഇനി നമുക്ക് ഇതിനെ മാറ്റാം. ഇതിനെ മാറ്റുമ്പോൾ എന്ത് കിട്ടും? 11.474 പ്ലസ് ജെ 5 എന്ന് വരും. അതേപോലെ ഈ ഒരു ടേമിനെ മാറ്റിയാൽ നമുക്ക് 33.99 പ്ലസ് ജെ 23.09 ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ ഒരു മൈനസും കൂടെ ഉണ്ട്. ഇനി എന്ത് ചെയ്യുക? മൈനസ് ഓഫ് ഇതിനെ ഒന്ന് ആഡപ്പ് ചെയ്താലേ നമുക്ക് ഇതെന്ന് പറയുന്നത് 57.011 പ്ലസ് ജെ 28.09 എന്ന് വരും. അതായത് മൈനസ് 57.011 മൈനസ് ജെ 28.09 ആംപിയർ ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഒന്ന് നമ്മൾ പോളാർ ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്താൽ എന്ത് വരും? 63.556 ആംഗിൾ 153.7 എന്ന് വരും. ഇതായിരിക്കും നമ്മളുടെ ന്യൂട്രൽ കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്. ഇനി ഇതിന്റെ തേർഡ് പാർട്ട് എന്താണ്? ഓരോ ഫേസിലെയും പവർ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ പവർ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? പവർ ഇൻ ആർ ഫേസ്. ആർ ഫേസിലെ പവർ കണ്ടുപിടിക്കണം. ആർ ഫേസിലെ പവർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഐ ആർ സ്ക്വയർ ആർ ആർ യു. അതായത് ആർ ഫേസിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പം ഐ ആർ എന്ന് പറയുന്നത് 11.547 ആണെന്ന് നമുക്ക് അറിയാം. ഇൻറ്റു ഇവിടെ നമ്മൾ ഇസഡ് എ ഈക്വൽ ടു 20 ആംഗിൾ 0 ആണ്. അതെന്ന് പറയുന്നത് 20 ഓം തന്നെയാണ്. 20 പ്ലസ് ജെ 0 ആണെന്ന് നമുക്കറിയാം. അതായത് ഇവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു 20 ചെയ്യണം അല്ലേ? അപ്പൊ എന്ത് കിട്ടും? 266.66 വാട്ട് എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി എന്താ? പവർ ഇൻ വൈ ഫേസ്. പവർ ഇൻ വൈ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ വൈന്റെ സ്ക്വയർ ഇൻറ്റു ആർ വൈ. ഓക്കെ ആണല്ലോ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഐ വൈന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12.8ന്റെ സ്ക്വയർ ചെയ്യാം ഇൻറ്റു ഇസഡ് ബി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 പ്ലസ് ജെ 10 ആണ്. ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 18.0 സോറി, ഇതിനെ പിന്നെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി നമ്മൾ എന്തിനാ എഴുതിയിരിക്കുന്നത്? റെക്ടാങ്കുലർ ഫോമിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പൊ ആ റെക്ടാങ്കുലർ ഫോം ഇൻറ്റു 15 ചെയ്യുക. ഇൻറ്റു 15 ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
2457.6 വാട്ട് എന്നായിരിക്കും കിട്ടുന്നത്. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, പവർ ഇൻ ബി ഫേസ് എന്ന് ചെയ്താൽ ഐ ബി സ്ക്വയർ ഇൻറ്റു ആർ ബി കിട്ടും. അപ്പൊ എന്ത് കിട്ടും, ഐ ബി സ്ക്വയർ എന്ന് പറയുന്നത്, ഐ ബിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് 46.18ന്റെ സ്ക്വയർ ആണ് ഐ ബി എന്ന് പറയുന്നത്, ഇൻറ്റു ആർ ബി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ഇസഡ് സി ഈസ് ഈക്വൽ ടു J5 എന്ന്. ഇവിടെ റിയൽ പാർട്ട് ഇല്ല, അപ്പൊ അതെന്താണ്, 0 ആണ്. അതായത് 0 വാട്ട് ആയിരിക്കും പവർ ഇൻ ഫേസ് ബി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പവർ കൺസ്യൂംഡ് ബൈ ദി ലോഡ് എന്ന് പറയുന്നത് 2666.6 പ്ലസ് 2457.6 ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5124.26 വാട്ട് എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ.